ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ നമ്മളിന്നിത് രണ്ട് രീതിയിലാണ് തയ്യാറാക്കുന്നത്. എന്നാൽ ശരി, എത്രയും പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മിക്കവാറും പഴം കൊണ്ടുള്ള സ്നാക്സ് തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴത്തിലാണ്. പക്ഷേ നമ്മളിത് തയ്യാറാക്കുന്നത് ചെറുപഴത്തിലാണ്. ചെറുപഴം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് പഴം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6ഓളം ചെറുപഴം എടുത്തിട്ടുണ്ട്. എന്നാൽ ശരി, നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി തയ്യാറാക്കണം. ബൗളിലേക്ക് നമുക്കിനി ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. എഗ് വൈറ്റും എഗ്ഗും ഒക്കെ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വരണം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മൈദാമാവ് ഉണ്ടാവും. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല, നല്ല കറക്റ്റ് ആയിട്ടുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരല്പം ഏലക്ക പൊടിച്ചത് കൂടി, ഇത് വന്നിട്ട് 1/4 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കുറവായിട്ടാണ് ഞാൻ ഇടുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബനാന സ്നാക്സിന് കുറച്ച് ക്രിസ്പ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. കോൺഫ്ലോർ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നമുക്കിനി ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ കട്ടയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്താൽ ഷുഗറൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് വരണം. അതുവരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മളിനി ഇതിൽ പ്രത്യേകിച്ചിട്ട് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അങ്ങനെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാറ്റർ ഇപ്പോൾ നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ അളവ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി പഴം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ എന്തായാലും 2ആയിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ചെറുപഴം അല്ലാതെ നമുക്ക് വേറെ ബജ്ജി തയ്യാറാക്കുന്ന പഴം ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ നാട്ടിൽ കറിക്കാന്നും പറയും, അത് മുന്തങ്കാന്നും പറയും. അപ്പോൾ അത് പഴുത്തിട്ടുള്ളതാണ് മുന്തൻ പഴം. അപ്പോൾ ആ പഴത്തിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ആ പഴത്തിലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ പഴമെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിൽ ഇത് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ പഴവും ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് ഓരോന്നും ഡിപ്പ് ചെയ്തെടുത്ത ഉടനെ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മളിതൊന്ന് മാറ്റി വെക്കണം. കയ്യിലൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് സാരാക്കണ്ട, നമുക്കത് രണ്ടാമത് നമ്മളത് ശരിയാക്കും വീണ്ടും. ഇതുപോലെ ഓരോന്നും ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ എല്ലാ പഴവും ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഷേപ്പ് ഇല്ലാതെയാണ് ഇത് ഇരിക്കുന്നത്. ഇതിപ്പോൾ നല്ല വെറ്റായിട്ടാണ് നമ്മുടെ ഓരോ പഴവും ഇരിക്കുന്നത്. ഇനി നമ്മളിത് ഒന്നുകൂടി ഒന്ന് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മൾ കൈ വെക്കുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. രണ്ടാമത് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊന്നും ഇത് ഒട്ടിപ്പിടിക്കില്ല. നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ
നല്ലതുപോലെ നല്ല ഷേപ്പായിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാ പഴവും ചെയ്തെടുക്കണം. നമ്മൾ രണ്ടാമത് റോൾ ചെയ്തെടുക്കുമ്പോൾ കൈവച്ച് നല്ലതുപോലെ ഇതുപോലെ പിടിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇതിലിപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഫുള്ളും നല്ലതുപോലെ കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. 2 തവണ നമ്മളിതൊന്ന് കോട്ട് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ കൂടെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ തന്നെ സെയിം അളവിൽ ബാറ്റർ തയ്യാറാക്കിയ ശേഷം ഇതിലേക്ക് ഇനി ഒരു 2 ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞത് ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ ശരി, നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓരോ ബനാന റോളായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്, എങ്കിൽ ഈ ബ്രെഡ് ക്രംസ് എല്ലാം പൊടിഞ്ഞിട്ട് പോവും. അതിൻ്റെ പേരിൽ ഈ ബനാന റോളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയം നമ്മളിത് ഫ്രൈ ചെയ്യരുത്. 2 മിനിറ്റ് മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അത്രയും സമയം കൊണ്ടിട്ട് ഇതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരും. നല്ലതുപോലെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് കോട്ടിംഗ് എല്ലാം നല്ല ക്രിസ്പായിട്ട് വന്നതിന് ശേഷവും നമ്മൾ ഒരുപാട് സമയം ഇപ്പോൾ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലെ പഴമൊക്കെ നല്ലതുപോലെ വെന്തിട്ട് ഈ കോട്ടിങ്ങിന് പുറത്തേക്ക് അത് വരാൻ തുടങ്ങും. അതിൻ്റെ പേരിൽ ഒരുപാട് സമയം നമ്മൾ ഫ്രൈ ചെയ്യേണ്ട. ഇപ്പം നമ്മുടെ ബനാന സ്നാക്സ് ഇപ്പം നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്രിസ്പിയും സോഫ്റ്റൊക്കെ ആയിട്ടുള്ള നല്ലൊരു ബനാന സ്നാക്സ് ആണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. നമ്മുടെ ബനാന സ്നാക്സ് എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്ത് അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലാണ് ഏറ്റവും നല്ലത്. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിയിൽ നിന്നും ഓരോ സ്പൂണായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ഓയിൽ തന്നെ എടുക്കണം എന്നില്ല, ഇതിൽ നിന്നും കുറച്ചിട്ട് ഓയിൽ എടുത്താൽ മതിയാവും. നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് അത് പരത്തി കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഇത്രയും ഓയിൽ ഒഴിച്ചിട്ട് ഇത് ചെയ്തെടുക്കണം എന്നില്ല. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഇതുപോലെ ചെയ്യാനായിട്ട് നമുക്ക് നേന്ത്രപ്പഴവും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈസ് ഈ ഒരു രീതിയിൽ തന്നെ വേണമെന്നില്ല, കുറച്ചുകൂടി വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. 2 സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാം. ഒരു ടിഷ്യൂയിലേക്ക് വേണം നമ്മളിത് മാറ്റാനായിട്ട്. കുറച്ച് ഓയിൽ ഉണ്ടാവും, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂയിലേക്ക് മാറ്റുന്നത്. പ്രത്യേകിച്ച് ഇതിൽ മുട്ടയുടെ ഒരു ടേസ്റ്റും ഉണ്ടാകില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബനാന സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ 2 സ്നാക്സും പഴം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.